ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്. ഇത് കത്തോലിക്ക പുരോഹിതന്മാരെ കുറിച്ചാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ അഭിഷിക്തർ എന്ന ആ ശീർഷകത്തിനുള്ളിൽ വരുന്നുണ്ടോ? ഒരു വികാരിയച്ചൻ തൻ്റെ ഇടവകയിലെ ഒരു ആൾക്ക് അയച്ച വോയിസ് സന്ദേശം അതിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിലത്തെ മാറ്റർ ഞാനിന്ന് പറയാം. എനിക്കിട്ട് ചൊറിയുമ്പോൾ നീ സൂക്ഷിക്കണം. അഭിഷിക്തരെ തുടരുത് എന്ന വചനം അതങ്ങനെ തന്നെയാണ്. നിന്റെ 6 തലമുറ വരും അതിന് ശാപം ഏൽക്കാനായിട്ട്. അതിനാൽ നീ എന്നെ ചൊറിയാൻ വരരുത്. ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിനക്കെന്തറിയാം? വെറുതെ നിന്റെ കുടുംബം കുളം തോണ്ടാൻ നോക്കരുത്. എന്നെ ചൊറിയാൻ വന്നാൽ നീയും നിന്റെ കുടുംബവും അനുഭവിക്കും. ഒരു വികാരിയച്ചൻ തൻ്റെ ഇടവകയിലെ ഒരാൾക്ക് അയച്ച വോയിസ് മെസ്സേജാണിത്. ഇത് കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ സ്വരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയിട്ട ഈ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഈ സ്വരം ഇയാളുടെ വായിൽ നിന്ന് വരുമ്പോൾ അയാൾ കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അയാളും കർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അയാൾക്ക് കർത്താവ് ആരാണെന്നോ, കർത്താവിൻ്റെ ഹൃദയം എന്തെന്നോ, കർത്താവിൻ്റെ മനസ്സെന്താണെന്നോ അറിയില്ലെന്ന് അല്ലേ? കർത്താവിനെ അറിഞ്ഞ ആരെങ്കിലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഇടുമോ? ഇത്രയും അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ. അയാൾ കർത്താവിനെയല്ല ബലിപീഠത്തിൽ കയ്യിലെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കർത്താവിനെ കയ്യിലെടുക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല, ഇടവക്കാർ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയാലും. അപ്പം നമുക്ക് വീണ്ടും ചോദിക്കാം, ആരാണ് കർത്താവിൻ്റെ അഭിഷിക്തര്? കർത്താവിൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എന്ന വചനം എവിടെയാണ് ഉള്ളത്? അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്. 1 ദിനവൃത്താന്തം 16:22 ആ വചനം കിടക്കുന്നത്. എൻ്റെ അഭിഷിക്തരെ തുടരരുത്, എൻ്റെ പ്രവാചകന്മാരെ ദ്രോഹിക്കരുത്. അതാണ് വചനം. അത് നമുക്ക് മനസ്സിലാക്കാൻ 19 വചനം തൊട്ടങ്ങ് വായിക്കാം. 1 ദിനവൃത്താന്തം 16:19 മുതൽ 22 വരെ. അവർ എണ്ണത്തിൽ കുറവും നിസ്സാരരുമായി അവിടെ പരദേശികളായിരുന്നപ്പോഴും ഒരു ജനതയിൽ നിന്ന് മറ്റൊരു ജനതയിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും അലഞ്ഞു നടന്നപ്പോഴും ആരും അവരെ പീഡിപ്പിക്കാൻ അവൻ അനുവദിച്ചില്ല. അവർക്ക് വേണ്ടി അവൻ രാജാക്കന്മാരെ ശാസിച്ചതിങ്ങനെ: എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ദ്രോഹിക്കരുത്. ഇവിടെ അഭിഷിക്തർ എന്ന് വിളിച്ചിരിക്കുന്നത് അബ്രഹാം തുടങ്ങിയ പൂർവ്വപിതാക്കന്മാരെയാണ്. അബ്രഹാമിനെ പ്രവാചകൻ എന്ന് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ തന്നെ മോശെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഉൽപ്പത്തി 20:7. അപ്പോൾ ഈ വചനമനുസരിച്ച് 1 ദിനവൃത്താന്തം 16:22 അനുസരിച്ച് അഭിഷിക്തര് പ്രവാചകന്മാരാണ്. ഈ 1 ദിനവൃത്താന്ത ഗ്രന്ഥത്തിലുള്ള ഇക്കാര്യം സങ്കീർത്തന താളുകളിലും കാണാം. അതായത് ഇവിടെ പ്രോസായിട്ട്, ഈ സാഹിത്യ രൂപത്തിൽ പറഞ്ഞാൽ പ്രോസ് ആയിട്ടുള്ളത് പോയട്രി ആയിട്ട്, കവിതയായിട്ട് അവർ തങ്ങളുടെ ലിറ്റർജിയിൽ പാടിയിരുന്നു. സങ്കീർത്തനം 105:15 എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. നമുക്ക് ആ 105 സങ്കീർത്തനത്തിൽ 9 മുതൽ 15 വരെ വായിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആകും. അവിടുന്ന് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിനോട് ചെയ്ത സത്യം തന്നെ അത് അവിടുന്ന് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വത ഉടമ്പടിയായും നിയമിച്ചു. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കാനാൻ ദേശം തരും എന്ന് അവിടെ അരുളി ചെയ്തു. അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും ആള് വളരെ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ഒരു ജനതയെ വിട്ട് മറ്റൊരു ജനതയുടെ അടുക്കലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു ജനത്തിന്റെ അടുക്കലേക്കും അലഞ്ഞു നടന്നു. ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല. അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ സംഗതി തന്നെയാണ് സങ്കീർത്തനമായിട്ട് അവർ ലിറ്റർജിയിൽ ചൊല്ലിയിരുന്നത്. ഈ സൂര്യവെളിച്ചം പോലെ ഈ വ്യക്തമാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അതായത് എൻ്റെ അഭിഷിക്തന്മാരെ എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ പറയാണ് എൻ്റെ പ്രവാചകന്മാരെ.
അഭിഷക്തന്മാരെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കുറിച്ച് പ്രവാചകന്മാരാണ്. അത് 9-ാമത്തെ വാക്യം തൊട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്രഹാമിനോട് ചെയ്തു ഉടമ്പടി, ഇസഹാക്കിനോട് ചെയ്തു, യാക്കോബിനോട്. അപ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവ്വപിതാക്കന്മാരെയാണ് അഭിഷിക്തർ എന്ന് പറയുന്നത്. പൂർവ്വപിതാക്കന്മാരെ പ്രവാചകന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. കാരണം അവർ ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിന്റെ വെളിപാട് സ്വീകരിക്കുകയും ചെയ്തു. ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിന്റെ വെളിപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ. അല്ലാതെ ഈ കാര്യങ്ങൾ നമ്മുടെ ദർശനക്കാർ പറയല്ലോ, ആ ദർശനത്തിലെ ഭാവി പ്രവചിക്കുന്ന ദർശനക്കാർ, കരിസ്മാറ്റിക് ദർശനം, അതല്ല ബൈബിളിലെ പ്രവാചകന്മാർ. അബ്രഹാമിനെ പ്രവാചകനായി, ഏറ്റവും വലിയ പ്രവാചകനായി മോശ അവതരിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 20:7. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഗരാറിലെ രാജാവായ അബിമേലെക്ക് അബ്രഹാമിന്റെ ഭാര്യയായ സാറായെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി. പക്ഷെ രാജാവ് അവളെ സമീപിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം ഈ രാജാവിന് ദ്രോഹിച്ചു. അപ്പോൾ ആ നേരം വെളുത്തപ്പോൾ രാജാവ് തൻ്റെ ഭടന്മാരെ വിളിച്ച് പറയാണ്, ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അവനൊരു പ്രവാചകനാകുന്നു. എന്തുകൊണ്ടാണ്? അന്ന് ഈ ദൈവം ഈ അബിമേലെക്ക് എന്ന രാജാവിനോട് സംസാരിക്കുന്നുണ്ട്. നീ എന്നോട് പാപം ചെയ്യാതിരിക്കാനാണ് അവളെ തൊടാൻ ഞാൻ സമ്മതിക്കാതിരുന്നത്. ഒരു വിജാതീയ രാജാവിന് ദൈവം വെളിപ്പെടുത്തുക, നീ എന്നോട് പാപം ചെയ്യാതിരിക്കാനാണ് അവളെ തൊടാൻ ഞാൻ സമ്മതിക്കാതിരുന്നത്. അബ്രഹാം ഒരു പ്രവാചകനാണെന്നും പ്രവാചകന്റെ ഭാര്യയെ രാജാവ് അവിഹിതമായി സ്വന്തമാക്കുന്നത് ശരിയല്ലെന്നും വ്യക്തമാക്കാനാണ് പറയുന്നത്, എൻ്റെ അഭിഷക്തന്മാരെ തൊട്ടുപോകരുത്. നമുക്ക് ഇതൊന്ന് ഇവിടേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ, രാജാക്കന്മാരെയും അഭിഷിക്തന്മാരെന്ന് വിളിക്കുന്നുണ്ട്. വിജാതീയ രാജാവാണെങ്കിലും ഒരു അഭിഷിക്തനായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ദൈവത്തിന് വേണ്ടി ഭരണം നടത്തുന്ന ആളെന്നുള്ള മട്ടിലാണ്. രണ്ട് അഭിഷിക്തർ തമ്മിലൊരു പ്രശ്നം വരികയാണ്. എന്താണ്? രാജാവ്, ഭരണകർത്താവ് തൻ്റെ അധികാരം ഉപയോഗിച്ച് അബ്രഹാമിന്റെ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കാനോ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ കിടക്കാനോ ആഗ്രഹിക്കുന്നു. അതായത് ഭരണത്തിന്റെ ആ ഹുങ്ക് ഉപയോഗിച്ച് മറ്റൊരു അഭിഷിക്തൻ, ദൈവത്തിന്റെ അഭിഷിക്തനായ പ്രവാചകൻ, പക്ഷെ അവൻ നിസ്സഹായനാ. രാജാവല്ലല്ലോ, പ്രവാചകനാണ്. പ്രവാചകൻ നിസ്സഹായനാണ്. പലപ്പോഴും രാജാവിന് സകല അധികാരമുണ്ട്. സർവാധികാരിയായ രാജാവ് അങ്ങൊരു അഭിഷിക്തനാണെന്ന് സാങ്കേതികമായിട്ട് മറ്റൊരു അഭിഷിക്തനായ പ്രവാചകന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ ആ പ്രവാചകനായ അഭിഷിക്തന് വേണ്ടി, അബ്രഹാമിന് വേണ്ടി ദൈവം ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകനെ തൊട്ടു പോകരുത്. രാജാക്കന്മാരെ ശാസിച്ചു. അഭിഷിക്തരായ രാജാക്കന്മാരെ ദൈവം ശാസിച്ചു, അഭിഷിക്തന്മാരെ പ്രവാചകന്മാർക്ക് വേണ്ടി. നമ്മൾ നിഷ്കളങ്കരായ അഭിഷിക്തരാണെങ്കിൽ, പ്രവാചകന്മാരാണെങ്കിൽ, ഈ അഭിഷിക്തരായ രാജാക്കന്മാർ സ്ഥാനത്തിരിക്കുന്ന വികാരിയച്ഛന്മാർക്ക് നമ്മെ തൊടാതിരിക്കാൻ ശാസന കിട്ടുമെന്നാണ്. കാര്യം മനസ്സിലായ? ഭരണാധികാരികളെയാണ് കർത്താവ് ശാസിക്കണേ, എൻ്റെ അഭിഷിക്തരെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞിട്ട്, പ്രവാചകന്മാരെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞിട്ട്. അഭിഷിക്തരായ രാജാക്കന്മാരെ ശാസിക്കുകയാണ് ദൈവം, എൻ്റെ അഭിഷിക്തരായ പ്രവാചകന്മാരെ തൊട്ടു പോകരുത്. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ സൂചന നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണേ. അഭിഷിക്തരായ പ്രവാചകന്മാരുടെ, ദൈവം വിളിച്ച മനുഷ്യരുടെ ഭാര്യമാരെ തൊട്ടാല് അത് ദൈവത്തോടുള്ള പാപമാണ്. അപ്പൊ ഈ അഭിഷിക്തരായ പ്രവാചകന്മാര് തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ ചില പ്രവാചകന്മാരെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ അഭിഷിക്തർ എന്ന് വിളിക്കുന്നത്. 1 രാജാക്കന്മാർ 19, 15, 16, യെശയ്യാ 61, ഇവിടെയൊക്കെ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ യെശയ്യാ 61:1 യേശു പിന്നീട് മിശിഹ, രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ട മിശിഹ നസ്രത്തിൽ സിനഗോഗിൽ വെച്ച് വായിച്ചത് അതാണ്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്കതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ചൊരിയപ്പെട്ടു എന്നതിൻ്റെ ബാഹ്യമായ അടയാളമായിരുന്നു ഈ തൈലാഭിഷേകം. അങ്ങനെയുള്ള അഭിഷേകമുള്ള പ്രവാചകന്മാരെ തൊട്ടുപോകരുത്, പ്രവാചകന്മാരെ തൊട്ടുപോകരുത്. എന്നിട്ട് ഈ പ്രവാചകന്മാർ, അതായത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇങ്ങനെയുള്ള പ്രവാചകന്മാർക്കുള്ള ഈ അഭിഷേകം ഇസ്രായേലിന് മുഴുവനായിട്ട് വ്യാപിപ്പിക്കുകയാണ് സീനായി ഉടമ്പടിയിൽ. അഭിഷേകം ദൈവജനമ ഇസ്രായേലിന് മുഴുവനുള്ളതാണ്. പുറപ്പാട് പുസ്തകം 19:6, നിയമാവർത്തന പുസ്തകം 7:6. അതായത് രാജകീയ പുരോഹിത ഗണവും പ്രവാചക ദൗത്യവുമുള്ളവരായി
ഇസ്രായേൽ ജനതയെ വാഴിക്കുകയാണ്, അഭിഷേകം ചെയ്യാണ്. രാജകീയ പൗരോഹിത്യ പുരോഹിത ജനവും പ്രവാചക ദൗത്യവും ഉള്ളവരായി ഇസ്രായേൽ ജനതയെ അഭിഷേകം ചെയ്യുകയാണ് സീനായി ഉടമ്പടിയിൽ. അതുകൊണ്ട് ഈ ഇസ്രായേലിനെ തൊട്ടുപോകരുത്, അഭിഷിക്തരായ ഇസ്രായേലിനെ തൊട്ടുപോകരുതെന്ന് വിജാതീയരായ രാജാക്കന്മാർക്കാണ് ദൈവം കൽപ്പന കൊടുക്കുന്നത്. ഈ ഇസ്രായേൽ അഭിഷിക്തരായ രാജകീയ പുരോഹിതന്മാരും പ്രവാചകന്മാരുമായി അഭിഷേകം ചെയ്യപ്പെട്ട രാജാക്കന്മാര്, പുരോഹിതന്മാര്, പ്രവാചകന്മാര്, ഇതാണ് ഇസ്രായേലിന്റെ ദൗത്യം. ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട ഇസ്രായേലിനെ തൊട്ട വിജാതീയരായ അസീറിയക്കാരിപ്പോൾ എവിടെയുണ്ട്? വിജാതീയരായ ബാബിലോണിക്കാരിപ്പോൾ എവിടെയുണ്ട്? വിജാതീയ പേർഷ്യൻ സാമ്രാജ്യം ഇപ്പോൾ എവിടെയുണ്ട്? വിജാതീയ ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം ഇപ്പോൾ എവിടെയുണ്ട്? ഒക്കെ പോയി. എൻ്റെ അഭിഷക്തരായ ഇസ്രായേലിനെ തൊട്ടാൽ തൊട്ടവനെ ഞാൻ തട്ടും, കർത്താവ് പറഞ്ഞതാ. അത് സംഭവിച്ചു. ഇന്ന് ഇതിനർത്ഥം എന്താണ്? അന്ന് ഇസ്രായേലിന്റെ സ്ഥാനത്ത് ഇന്ന് ക്രിസ്ത്യാനികളാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ക്രിസ്ത്യാനികൾ. അങ്ങനെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ സ്വീകരിച്ചതിനെയാണ് പരിശുദ്ധാത്മ സ്വീകരിക്കുന്നതിനാണ് അഭിഷേകം എന്ന് പറയണേ. ആ അഭിഷേകം സ്വീകരിച്ച അഭിഷിക്തരായിട്ടുള്ള ക്രിസ്ത്യാനികളെ തൊട്ടു പോകരുതെന്ന് ഇന്ന് ലോകത്തെ വിജാതിയരോട് പറയാണ്. ഇത് ഇന്നത്തെ ലോകത്തെ വിജാതിയർക്കുള്ള താക്കീത് കൂടിയാണ്. ക്രിസ്ത്യാനികളെ തൊട്ടാൽ തൊട്ടവനെ ഞാൻ തട്ടുമെന്നാണ് ഏകസത്യ ദൈവം പറയണേ. ഇത് വിജാതിയർക്ക് മാത്രമുള്ള താക്കീതും മുന്നറിയിപ്പാണോ? അല്ല. ദൈവജനമായ അൽമായരെ തൊട്ടാൽ തൊടാൻ ധൈര്യപ്പെടുന്ന വൈദികരെ ഞാൻ തട്ടുമെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. കാര്യം മനസ്സിലായ? ഞാൻ നേരത്തെ പറഞ്ഞത് രാജാവിനെ പോലെ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഈ അബിമേലെക്ക് എന്ന രാജാവിനെ പോലെ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ, പ്രവാചക ദൗത്യമുള്ള അൽമായര്, അവർ നിസ്സഹായരാണ് പലപ്പോഴും. കാരണം രാജാധികാരമൊന്നും അവർക്കില്ല. അവരെ തൊട്ടാൽ ആ രാജാധികാരത്തിലിരിക്കുന്ന വൈദികരെ ഞാൻ തട്ടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. നേർ വിപരീതമാണ്. വൈദികർ പറഞ്ഞ നേർ വിപരീതമാണ് ബൈബിളിൽ. പ്രവാചക ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തെ തൊട്ടാൽ ആ വൈദികരെ, അഭിഷിക്തരായ വൈദികരെ, അഭിഷേകം ചെയ്യപ്പെട്ട അഭിമേലെക്കുന്ന രാജാവിനെ തട്ടിയതുപോലെ തട്ടും. നിങ്ങൾക്ക് സംശയമുണ്ടത്? ഇത് മാണിപ്പറമ്പരച്ചൻ ഉണ്ടാക്കി പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഇത് നിങ്ങളുടെ വികാരിച്ചവരെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല, ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. അതിൽ ഒരു 3 ഖണ്ഡം ഞാനൊന്ന് വായിക്കുകയാണ്. 904, 905, 906, 907, 4 ഖണ്ഡങ്ങൾ. ഇത് മാണിപ്പറമ്പലച്ചൻ തർജ്ജമ ചെയ്തതല്ല കേട്ടോ, POസിലും തർജ്ജമ ചെയ്ത് ഇറക്കിയിരിക്കണ്ട. അതുകൊണ്ട് മാണിപ്പറമ്പലച്ചൻ ഉണ്ടാക്കി പറഞ്ഞൊന്നും പറയരുത്. ഹൈറാർക്കി വഴി മാത്രമല്ല, അൽമായർ വഴിയും ക്രിസ്തു ഈ പ്രവാചക ധർമ്മം നിർവഹിക്കുന്നു. അതിനുവേണ്ടി അവിടുന്ന് അവരെ സാക്ഷികളാക്കുകയും അവർക്ക് വിശ്വാസ അവബോധവും വചനത്തിന്റെ കൃപാവരവും നൽകുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക എന്നത് ഓരോ പ്രഘോഷകന്റെയും ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ്. മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക എന്നത്, വികാരിച്ചന്മാരെയും പഠിപ്പിക്കുന്നത് ഓരോ പ്രഘോഷകന്റെയും ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ്. അൽമായർ തങ്ങളെ 905 അൽമായർ തങ്ങളെ പ്രവാചക ദൗത്യം സുവിശേഷ പ്രഘോഷണത്തിലൂടെ, അതായത് വചനം കൊണ്ടും ജീവിത സാക്ഷ്യം കൊണ്ടും ക്രിസ്തുവിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ടും നിർവഹിക്കുന്നു. അൽമായരെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷ പ്രഘോഷണം സവിശേഷമായ ഗുണവും പ്രത്യേകമായ ഫലദായകത്വവും നേടുന്നു. കാരണം ജീവിതത്തിലെ സാധാരണ സാഹചര്യങ്ങളിലാണ് അവർ അത് നിർവഹിക്കുന്നത്. എന്നിരുന്നാലും ഈ ജീവിത സാക്ഷ്യം പ്രേക്ഷിത ധർമ്മത്തിന്റെ ഏക ഘടകമല്ല. യഥാർത്ഥ പ്രേക്ഷിതൻ അവിശ്വാസികളോടോ വിശ്വാസികളോടോ വചനം വഴി ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള സന്ദർഭങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പല പ്രാവശ്യം വായിക്കും കേൾക്കും ചെയ്യണേ. 906 കഴിവുള്ളവരും പരിശീലനം നേടിയവരുമായ അൽമായർക്ക് മതബോധന പരിശീലനത്തിലും ദിവ്യശാസ്ത്രങ്ങളുടെ അധ്യാപനത്തിലും സമ്പർക്ക മാധ്യമങ്ങളുടെ പ്രയോഗത്തിലും സഹകരിക്കാനാകും. ഇനി 907 അൽമായർക്ക് തങ്ങളുടെ അറിവും സാമർഥ്യവും പ്രാധാന്യവും അനുസരിച്ച് സഭയുടെ നന്മയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം വന്യരായ അജപാലകരോട് പറയാൻ അവകാശമുണ്ട്. ആ വചനം ഞാൻ ഒന്നുകൂടി വായിക്കുക വികാരിച്ചമാർക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി. അൽമായർക്ക് തങ്ങളുടെ അറിവും സാമർഥ്യവും പ്രാധാന്യവും അനുസരിച്ച് സഭയുടെ നന്മയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം വന്യരായ അജപാലകരോട് പറയുവാൻ അവകാശമുണ്ട്. ചിലപ്പോൾ അത് കടമയുമായി തീരാം. വിശ്വാസത്തിന്റെയും സന്മാർഗത്തിന്റെയും സമഗ്രതയെ ഉചിതമാം വിധം മാനിച്ചുകൊണ്ടും തങ്ങളുടെ അജപാലകരോട് ബഹുമാനം പുലർത്തിക്കൊണ്ടും പൊതു നന്മയും വ്യക്തികളുടെ മഹത്വവും പരിഗണിച്ചുകൊണ്ടും
മറ്റ് ക്രൈസ്തവ വിശ്വാസികളോട് തങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാൻ അൽമായർക്ക് അവകാശമുണ്ട്. ഇത്രയും പോരെ അൽമായരുടെ പ്രവാചക ദൗത്യത്തെക്കുറിച്ച്? അപ്പോൾ അബ്രഹാമിനെ പോലെ നിസ്സഹാരായ പ്രവാചകന്മാരായി മാറുകയാണ് പലപ്പോഴും ഈ പറഞ്ഞ അൽമായര്. അപ്പോൾ രാജാധിസ്ഥാനത്തൊക്കെ ഇരിക്കുന്നു തോന്നിക്കുന്ന വികാരിച്ചന്മാരെ അവരെ പീഡിപ്പിക്കുകയോ അവരുടെ ഭാര്യമാരെ പീഡിപ്പിക്കുകയോ ചെയ്താൽ പ്രവാചക ദൗത്യം നിർവഹിക്കാൻ അൽമായർക്ക് കടമയുണ്ടെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഇത് സഭ പഠിപ്പിക്കുന്നതാണ്. ഇത് വായിക്കാത്ത വൈദികർ മെത്രാന്മാരാണ് അൽമായരെ ഭീഷണിപ്പെടുത്തുന്നതും എന്നിട്ട് തിരുവചനങ്ങൾ പറഞ്ഞ ശാപങ്ങൾ അവർ സ്വയം ക്ഷണിച്ചു വരുത്തുന്നതും. എനിക്ക് നേരിട്ട് അനുഭവമുള്ള സംഗതിയുണ്ട്. ഞാൻ ഏതോ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. രാവിലെ വികാരിച്ചിന് മറ്റേതോ ഒരു അൽമായം വന്ന് എന്തോ കാര്യത്തിന് ഉടക്കി. സൈക്കിളാണ് അയാൾ വന്നത്. അങ്ങനെ അച്ഛനെ അച്ഛനോട് ദേഷ്യപ്പെട്ട് അയാൾ പോകുന്ന വഴിക്ക് ആ സൈക്കിൾ മറിഞ്ഞ് അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റി. അച്ഛൻ ഉടനെ തന്നെ പറഞ്ഞു പരത്തി, അച്ഛൻ്റെ ശിൽബന്ധികളോടൊക്കെ പറഞ്ഞു പരത്തി, എന്നോട് ദേഷ്യപ്പെട്ടത് കൊണ്ടാണ്, എൻ്റെ ശാപമാണെന്നൊക്കെ പറഞ്ഞു പരത്തി. അന്ന് വൈകിട്ട് അച്ഛൻ കുർബാനയ്ക്ക് മോട്ടോർ ബൈക്ക് എടുത്ത് പോയതാണ്. അച്ഛൻ വണ്ടി ഇടിച്ച് ആശുപത്രിയിലായി. അതിപ്പോൾ ആരുടെ ശാപ? നമ്മൾ നിഷ്കളങ്കരാണെങ്കിൽ നമ്മുടെ വശത്താണ് നീതിയെങ്കിൽ നമ്മെ സംരക്ഷിക്കാൻ കർത്താവ് ഇറങ്ങി വരും. കർത്താവ് സംരക്ഷിക്കും. നമ്മുടെ വശത്ത് നീതി ഇല്ലെങ്കിൽ അഭിഷിക്തരോ ആകട്ടെ, രാജാക്കന്മാരോ ആകട്ടെ, പുരോഹിതന്മാരോ മെത്രാന്മാരോ മെത്രാപ്പൊലിത്തന്മാരോ ആരും ആകട്ടെ, നമ്മുടെ വശത്ത് നീതിയില്ലെങ്കിൽ കർത്താവ് അന്യായമായി നമ്മൾ സംരക്ഷിക്കില്ല. അഭിഷിക്തനാണെന്ന് ഒറ്റ കാരണം കൊണ്ട് കർത്താവ് സംരക്ഷിക്കില്ല. ഇതേക്കുറിച്ചൊക്കെ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് യൂദാസ്ലിഹയുടെ ലേഖനത്തിലും പത്രോസിന്റെ 2ാം ലേഖനത്തിലൊക്കെ വിശദമായിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ അവതരിപ്പിക്കാം. ഈ ദിനവൃത്താന്തവും സങ്കീർത്തനം രണ്ടും ഒരേ സന്ദർഭത്തിലുള്ള വചനങ്ങളാണെന്ന് പറഞ്ഞു. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുതെന്ന് പറയുന്നത് പ്രവാചകന്മാരെ കുറിച്ചാണ്. അതേസമയം ഈ വചനത്തോട് സാമ്യമുള്ളതും എന്നാൽ മറ്റൊരു ധ്വനിയുള്ളതുമായ ഒരു സംഭവമുണ്ട്. ഷെമുവേലിൻ്റെ 1-ാം പുസ്തകം 24-ാം അധ്യായത്തിൽ. ഷെമുവേൽ എന്ന് പറഞ്ഞാൽ സാമുവേൽ. 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഫിലിസ്തീനെ തുരത്തിയതിനു ശേഷം സാവൂൾ മടങ്ങി വന്നപ്പോൾ ഇതാ ദാവീദ് എൻഗേദി മരുഭൂമിയിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. ഉടനെ സാവൂൾ എല്ലാ ഇസ്രായേലിൽ നിന്നും തെരഞ്ഞെടുത്ത 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവൻ്റെ ആളുകളെയും അന്വേഷിച്ച് കാട്ടാടിൻ പാറകളിലേക്ക് പോയി. അവൻ വഴിയരികളിൽ ആട്ടിൻ തൊഴുത്തിന് സമീപമെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. സാവൂൾ വിസർജനത്തിനായി അവൻ അതിനുള്ളിൽ കടന്നു. അതേ ഗുഹയുടെ ഉള്ളറകളിലാണ് ദാവീദും അനുചരന്മാരും ഒളിച്ചിരുന്നത്. ദാവീദിന്റെ ആളുകൾ അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യാഹ്വേ നിന്നോട് അരുളി ചെയ്ത ആ ദിവസം ഇതാ വന്നണഞ്ഞിരിക്കുന്നു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. സാവൂളിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞത് നിമിത്തം പിന്നീട് ദാവീദിന് മനസാക്ഷി കുത്തുണ്ടായി. അവൻ തന്റെ അനുയായികളോട് പറഞ്ഞു, യാഹ്വയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനെതിരെ കൈ ഉയർത്താൻ യാഹ്വേ എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ, അവൻ യാഹ്വയുടെ അഭിഷിക്തനാണല്ലോ. ഇങ്ങനെ ദാവീദ് തന്റെ അനുയായികളെ ശാസിച്ച് അവരുടെ മേൽ നിയന്ത്രണം ചെലുത്തി. സാവൂളിനെ ആക്രമിക്കാൻ അവൻ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്നിറങ്ങി തന്റെ വഴിക്ക് പോയി. രാജാവിനുള്ള ശീർഷകമാണ് ഇവിടെ അഭിഷിക്തൻ. രാജാവിന് ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? പ്രവാചകനുള്ള ശീർഷകമാണ് അഭിഷിക്തൻ. യാഹ്വയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനെതിരെ കൈ ഉയർത്താൻ യാഹ്വ എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. ഇവിടെ യാഹ്വയുടെ അഭിഷിക്തൻ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് പറയുന്നത് രാജാവിനെയാണ്. ഈ 1 ശമൂവേൽ 2:10 അഭിഷിക്തർ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ പുരോഹിതന്മാരെയും ലേവ്യര് 4:3 രാജാക്കന്മാരെയും 2 ശമൂവേൽ 22:51 ഈ വാക്ക് അഭിഷിക്തർ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, പ്രവാചകന്മാര്, രാജാക്കന്മാര്, പിന്നെ പ്രവാചകന്മാര്, പുരോഹിതന്മാര്, രാജാക്കന്മാര്, ഈ 3 കൂട്ടരെയും അഭിഷിക്തർ എന്ന് വിളിക്കുന്നുണ്ട്. 1 ശമൂവേൽ 2:10 പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും. ഇവിടെയും ഈ 1 ശമൂവേൽ 24-ലും 6-ലും പറയുന്നു യാഹ്വയുടെ അഭിഷിക്തൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് പറയുന്നത് രാജാവാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അഭിഷിക്തർ എന്ന് ഉപയോഗിക്കുന്ന വാക്ക്, ഹീബ്രു വാക്ക് മഷിയ എന്നാണ്. മഷിയ, അതിൽ നിന്നാണ് മിശിഹ എന്ന വാക്ക് സുറിയാനിൽ വരുന്നത്. ഇത് നമുക്കറിയാം. മിശിഹ എന്ന വാക്ക്, മഷിയ, അഭിഷിക്തൻ എന്ന വാക്ക് ശരിക്കും വരാനിരുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്, മിശിഹായെ കുറിച്ചാണ്. അതായത് രാജകീയ പുരോഹിത മിശിഹായുടെ ശീർഷകമായിരുന്നു മഷിയ അല്ലെങ്കിൽ മിശിഹ. കത്തോലിക്ക സഭയുടെ മതബോധനം 436. അതിന്റെ ഗ്രീക്ക് രൂപമാണ് ക്രിസ്തോസ്, ക്രിസ്തു. അപ്പൊ ശരിക്കും അഭിഷിക്തൻ ആരാണ്?
രക്ഷകനായി അഭിഷക്തം ചെയ്യപ്പെട്ട നസ്രത്തിലെ യേശു. അവനാണ് ശരിക്കും അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അങ്ങനെ യഥാർത്ഥത്തിൽ രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ട രാജകീയ പുരോഹിത പ്രവാചക മിശിഹായായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട മിശിഹായെ തൊട്ടതും കൊന്നതുമാരാണ്? അന്നത്തെ യഹൂദ മതത്തിൽ അഭിഷിക്തരായ മഹാപുരോഹിതനും കൂട്ടരും. ശരിക്കും ദൈവത്തിന്റെ അഭിഷിക്തനായി ക്രിസ്തുവിനെ കൊന്നുകളഞ്ഞത് അന്നത്തെ അഭിഷിക്തരായ മഹാപുരോഹിതനും കൂട്ടരുമാണ്. ഇന്ന് കർത്താവിനെ ആക്രമിക്കുന്ന അഭിഷിക്തരായ പുരോഹിതന്മാരില്ലേ? അപ്പോൾ എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, തൊട്ടാൽ നിങ്ങൾക്ക് ശാപം വരുമെന്ന വചനം ഈ പുരോഹിതന്മാർക്കെതിരെയല്ലേ? മഹാപുരോഹിതന്മാർക്ക് സംഭവിച്ച ദുരന്തമാണ് അവരെ കാത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഒരു സഭയുടെ തലവനെതിരെ വ്യാജരേഖ ചമയ്ക്കുക, ഭൂമി കുംഭകോണത്തെക്കുറിച്ച് വത്തിക്കാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുക, മറ്റൊരു അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ച് തല്ലുക, സിറിൽ വാസിൽ പിതാവിന്റെ കയ്യിലിരിക്കുന്ന കർത്താവിന്, യഥാർത്ഥ അഭിഷക്തനായ കർത്താവിനെ കുപ്പിയെറിയുക. എന്റെ അഭിഷക്തനെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞത് കർത്താവ് ഈശോ മിശിഹായെ തൊട്ടുപോകരുതെന്നാണ് വൈദികരെ, മെത്രാന്മാരെ. എന്നിട്ട് ഇങ്ങനെ ആക്രമിച്ച വൈദികർക്കെതിരെ ശിക്ഷാ നടപടിയെടുക്കാതെ അവർ ചേർത്ത് പിടിക്കുന്ന മെത്രാന്മാർക്കെതിരെയാണ് ഈ തിരുവചനം. ഞാൻ ഇതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഷെമുവേലിന്റെ പുസ്തകം 1-ാം പുസ്തകം 26-ാം അധ്യായത്തിൽ വീണ്ടും ഒരു സംഭവമുണ്ട്. ദേശത്തിന്റെ ആദ്യത്തെ രാജാവായ സാവൂളിനെ കൊല്ലാനായിട്ട് ദാവീദിന് വീണ്ടും ഒരു അവസരം വന്നു. നമുക്കത് ആ രംഗം കൂടി ഒന്ന് വായിക്കാം. ദാവീദ് ഹിത്തനായ അഹിമെലേക്കിനോട് സെറൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അഹിമെലേക്കിനോടും സെറൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായിയോടും ചോദിച്ചു, സാവൂളിന്റെ പാളയത്തിലേക്ക് എന്നോട് കൂടെ നിങ്ങളിൽ ആര് പോരും? ഞാൻ നിന്നോട് കൂടെ പോരാം, അബിഷായി പറഞ്ഞു. അങ്ങനെ ദാവീദും അബിഷായിയും രാത്രിയിൽ സൈന്യത്തിന്റെ അടുത്തെത്തി. സാവൂൾ പ്രതിരോധ പാതയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവന്റെ കുന്തം അവന്റെ തലയ്ക്കിൽ കുത്തി നിർത്തിയിരുന്നു. അബ്നേറും പടയാളികളും അവന് ചുറ്റും കിടന്നിരുന്നു. അബിഷായി ദാവീദിനോട് പറഞ്ഞു, ദൈവം നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവന് കുന്തം കൊണ്ട് ഒറ്റ കുത്തിന് നിലത്ത് തറയ്ക്കാം, രണ്ടാമതൊന്നും കുത്തേണ്ടി വരികയില്ല. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. യാഹ്വേയുടെ അഭിഷക്തന്റെ മേൽ കൈവച്ചിട്ട് ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ ആർക്ക് കഴിയും? യാഹ്വേയാണ് സത്യം. യാഹ്വേ അവനെ സംഹരിച്ചു കൊള്ളും. അല്ലെങ്കിൽ യഥാകാലം അവൻ മരിക്കും, അതുമല്ലെങ്കിൽ യുദ്ധത്തിൽ അകപ്പെട്ട് മരിക്കും. യാഹ്വേയുടെ അഭിഷക്തന്റെ മേൽ ഞാൻ കൈവയ്ക്കാൻ ഇടവരുത്താതെ യാഹ്വേ എന്നെ തടയട്ടെ. എങ്കിലും അവന്റെ തലയ്ക്കലുള്ള കുന്തവും കൂജയും എടുത്ത് നമുക്ക് പോകാം. അങ്ങനെ ദാവീദ് കുന്തവും കൂജയും സാവൂളിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തു. അവർ പോവുകയും ചെയ്തു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നില്ല. യാഹ്വേ അവരെ ഗാഠനിദ്രയിൽ ആഴ്ത്തിയിരുന്നു. ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും അഭിഷക്തർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇസ്രായേൽ എന്ന ദൈവജനത്തെ രാജകീയ വംശവും പുരോഹിത ജനവുമാക്കി എന്ന് പുറപ്പാട് 19:6, നിയമാവർത്തനം 7:6 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ജനത്തിന്റെ സ്ഥാനത്ത് പുതിയ നിയമത്തിലെ സഭ വന്നപ്പോൾ ക്രിസ്ത്യാനികളെയാണ് പുരോഹിതന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരുമാക്കിയത്. എവിടെയാണ് അത് എഴുതിയിരിക്കുന്നത്? 1 പെത്രോസ് 2:4-5 വരെയും 9-10 വരെയും വചനങ്ങൾ. മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവദൃഷ്ടിയിൽ അതിശ്രേഷ്ഠവും അമൂല്യമായ ജീവനുള്ള ശിലയായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെട്ട് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധ പുരോഹിത വർഗമാകട്ടെ. എന്നാൽ നിങ്ങൾ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനതയും സ്വന്തമാക്കപ്പെട്ട ജനവുമാകുന്നു. മുമ്പ് നിങ്ങൾ ഒരു ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുമ്പ് കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. രാജാക്കന്മാര്, പുരോഹിതന്മാര്, പ്രവാചകന്മാരായിട്ട് ഇന്ന് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ഇസ്രായേലിന്റെ സ്ഥാനത്ത് ക്രിസ്ത്യാനികളാണ്. ഇക്കാര്യം വെളിപാട് 1:6 പറഞ്ഞിട്ടുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുകയും ചെയ്തവന് എന്നേക്കും മഹത്വവും പ്രതാപവും. ആമേൻ. രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് നമ്മളെ മാറ്റിയിരിക്കുന്നു. ചുരുക്കത്തില് ദൈവജനം രാജകീയ പുരോഹിതന്മാരും പ്രവാചകന്മാരുമാണ്. രാജകീയ ദൗത്യമാണ് നയിക്കുക.
പുരോഹിത ദൗത്യമാണ് ബലിയർപ്പിക്കുക, പ്രവാചക ദൗത്യമാണ് തിരുത്തുക അല്ലെങ്കിൽ പഠിപ്പിക്കുക. അങ്ങനെയുള്ളവരെ തൊട്ടു പോകരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പോൾ ഈ അഭിഷിക്തരായ ക്രിസ്ത്യാനികളെ തൊടാൻ ശ്രമിക്കുന്നത് ശുശ്രൂഷ പൗരോഹിത്യം കിട്ടിയതിന്റെ പേരിൽ അഭിഷിക്തർ അഹങ്കാരത്തിൽ കഴിയുന്നവരാണ്. അപ്പൊ ആരാണ് 6 or 7 തലമുറ ശാപം അനുഭവിക്കാൻ പോകുന്നത്? ദൈവത്തെയോ പ്രവാചകനായ ശമൂവേലിനെയോ അനുസരിക്കാതിരുന്ന സാവൂൾ എന്ന അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ ദാവീദ് വേറെ കാര്യം കൂട്ടിച്ചേർത്തു. യാഹ്വേയുടെ അഭിഷിക്തന്റെ മേൽ ഞാൻ കൈവയ്ക്കാൻ ഇടവരുത്താതെ യാഹ്വേ എന്നെ തടയട്ടെ, എങ്കിലും അവന്റെ തലയ്ക്കുള്ള കുന്തവും കൂജയും എടുത്ത് നമുക്ക് പോകാം. 1 ശമൂവേൽ 26:11. അതെ, ദൈവഹിതമോ സഭയുടെ ഹിതമോ ചെയ്യാത്ത വൈദികരുടെ തലയ്ക്കുള്ള കുന്തവും കൂജയും നമുക്ക് എടുത്തു മാറ്റാം. അവരെ കയ്യേറ്റം ചെയ്യരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരെ നിരായുധരാക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അവരെ കയ്യേറ്റം ചെയ്യരുത്, അക്രമം നമുക്ക് ചേരില്ല. പക്ഷെ അവരെ നിരായുധരാക്കണം, കുന്തയും കൂജൊക്കെ മാറ്റണം. വെള്ളം കുടിക്കരുത്, കുന്തം കൊണ്ട് യുദ്ധം ചെയ്യരുത് എന്ന് വെച്ചാൽ അവർ തെറ്റിലാണെന്ന് ബോധ്യപ്പെടുത്തണം. അവർ തെറ്റായ ദൈവശാസ്ത്രം, ലിറ്റർജിയെക്കുറിച്ചുള്ള വികലമായ ധാരണ, ഇവയെല്ലാം പരിഹരിക്കാൻ, ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് ആ തിരുവചനം പറയണേ. അപ്പൊ നമുക്ക് ഈ മുൻപ് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഒരു സഭയുടെ തലവന് വരെ വ്യാജരേഖ ചമയ്ക്കുക, എന്നിട്ട് അവരെ സംരക്ഷിക്കുക, അതിന് പിന്താങ്ങുക. അപ്പോ കർത്താവിന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുന്ന കൽപ്പന നഗ്നമായി ലംഘിച്ചവർ അവരല്ലേ? കർത്താവിനും വഹിച്ചുകൊണ്ട് പോയ, യഥാർത്ഥത്തിൽ അഭിഷിക്തനായ കർത്താവിനും വഹിച്ചുകൊണ്ട് പോയ മറ്റൊരു അഭിഷിക്തനായ സിറിൽ വാസിൽ പിതാവിനെ, അഭിഷിക്ത പിതാവിനെ കുപ്പിയെറിയ. അപ്പൊ അഭിഷിക്തനെ കയ്യേറ്റം ചെയ്തില്ലേ? കർത്താവിനെയും കർത്താവിന്റെ അഭിഷിക്തനായ പുരോഹിതനെയും. എന്നിട്ട് അവർക്ക് ഇവരൊരു നടപടി എടുക്കാതെ അവർ ചേർത്ത് പിടിക്കുക. അവർക്കെതിരെയാണ് കർത്താവിന്റെ തിരുവചനം. കർത്താവിന്റെ അഭിഷിക്തനായ തോട്ടുപുറം അച്ഛനെ ബലിപീഠത്തിൽ വെച്ച് ആക്രമിച്ചു. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ട സക്കറിയായുടെ രക്തം വരെ ഈ തലമുറയോട് ചോദിക്കുമെന്ന് പറഞ്ഞത് തോട്ടുപുറച്ചനെ ആക്രമിച്ചവരോട് കർത്താവ് ചോദിക്കും. കർത്താവിന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. എന്നിട്ട് കർത്താവിന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് ഈ തോട്ടുപുറവച്ചനെ തൊടാനും ആക്രമിക്കാനും ചവിട്ടിക്കൂട്ടാനും ശ്രമിച്ച ആ വൈദികനെയും അൽമായരെയും ചേർത്ത് പിടിക്കുന്ന മേൽപ്പെട്ടക്കാർക്കെതിരെയാണ് ഈ തിരുവചനം. എന്നിട്ട് അതേ വൈദികരാണ് ഞാൻ കർത്താവിന്റെ അഭിഷിക്തനാണ്, കർത്താവും ഞാനും ബന്ധം നിനക്ക് എന്തറിയാമടി, നിനക്ക് എന്താ അറിയാമടാ എന്നുള്ള അഹങ്കാരത്തില് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തൊരു ഇരട്ടത്താപ്പാണിത്, എന്തൊരു കപട നാട്യമാണിത്. ഇങ്ങനെയുള്ളവരുടെ കർത്താവ് എപ്പോഴെങ്കിലും ശാന്തമായി സംസാരിക്കുന്ന നിങ്ങൾ സുവിശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കപടനാട്യക്കാരോട്, ഇരട്ടത്താപ്പുള്ളവരോട്. ഞാൻ ശാന്തശീലം ഹൃദയ എളിമയുള്ളവനുമാണെന്ന് പറഞ്ഞ കർത്താവ് ഒരിക്കൽ പോലും ഈ കപടനാട്യക്കാരോട് ശാന്തമായി സംസാരിക്കുന്നത് ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. അഭിഷേകം കിട്ടിയവർ ആരാണെങ്കിലും ആ അഭിഷേകത്തിന് അന്തസ്സിന് ചേർന്ന വണ്ണം പ്രവർത്തിക്കണം. അഭിഷേകം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ആ അഹങ്കാരത്തിൽ തോന്നിയാസം ചെയ്യാൻ ഉപയോഗിച്ചാൽ കർത്താവിനോട് മാത്രമല്ല കർത്താവിന്റെ ജനത്തോടും സമാധാനം പറയേണ്ടി വരും. സ്വന്തം കുറ്റകൃത്യങ്ങളെയും കുറ്റകരമായ അജ്ഞതയെയും ന്യായവൽക്കരിക്കാൻ ദൈവവചനം ദുരുപയോഗം ചെയ്യുന്നതിനേക്കാൾ, ദൈവകൃപയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമില്ല. കാരണം അത് പരിശുദ്ധാത്മാവിനെതിരായ പാപത്തിന് തുല്യമാണ്. കർത്താവ് പരിശുദ്ധാത്മാവിനെതിരായ പാപം പറയുന്നത് ആ സന്ദർഭത്തിലാണ്. കർത്താവ് ഒരു ബാധ ഒഴിപ്പിച്ചപ്പോൾ അത് ബേൽസബൂലിനെ കൊണ്ടാണ് അവര് ആരോപിച്ചു. ഇവന് പിശാച് ബാധയുണ്ട്, ഇവന് ഭ്രാന്താണ്, ഇവന് ബേൽസബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാചുകളെ ഒഴിവാക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമായിട്ട് കർത്താവ് വ്യാഖ്യാനിച്ചത്. കാരണം എന്താ? ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും ദൈവകൃപയെയും വ്യഭിചരിക്കുകയാണ് അന്ന് അഭിഷേകം കിട്ടിയ ഈ മനുഷ്യർ ചെയ്തത്. അതുകൊണ്ട് സാക്ഷാൽ അഭിഷിക്തനായ കർത്താവിനെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ വചനം അത് കർത്താവിനെ തൊട്ടുപോയാൽ കിട്ടുന്ന മറ്റേത് അഭിഷിക്തർക്കും കിട്ടുന്ന ആ ശാപമാണ് ആ വചനത്തിലൂടെ പറയുന്നത്. യഥാർത്ഥ അഭിഷിക്തൻ കർത്താവ് ഈശോമിശിഹയാണ്. ആ അഭിഷിക്തനെ സംരക്ഷിക്കുകയും അവന്റെ കുർബാന അവൻ പറഞ്ഞ തരത്തിൽ ചൊല്ലുകയും ചെയ്യാതെ യഥാർത്ഥ അഭിഷിക്തനായ കർത്താവിനെ അവഹേളിക്കുകയും ആഭിചാര കുർബാന ചൊല്ലുകയും ശരിക്കും അഭിഷേകം കിട്ടിയവരെ ആക്രമിക്കുകയും
അങ്ങനെയുള്ളവരൊക്കെ ഇല്ലേ സംരക്ഷിക്കുകയും ചെയ്യുന്ന അവർക്കെതിരെയാണ് ഈ തിരുവചനം. അതിനാൽ ഇപ്പം ഈ സന്ദേശം അയച്ച ഈ വൈദികനുണ്ടല്ലോ, അയാളും അയാളുടെ കൂടെയുള്ള ഈ വിമത വൈദികരും വിമത മെത്രാന്മാരും ഈ തിരുവചനത്തിന്റെ ശാപം ഏൽക്കേണ്ടി വരും. അത് 6 തലമുറയിലും 7 തലമുറ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരെ ശപിക്കുകയല്ല, എനിക്കങ്ങനെ ശപിക്കാൻ കഴിയില്ല, ഒരിക്കൽ പോലും കഴിയില്ല, ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രവാചക ദൗത്യമുണ്ടെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുകയും പ്രവാചക ദൗത്യവുമായിട്ട് വരുമ്പോൾ അവരെ ശപിച്ച് തള്ളുകയും ചെയ്യുന്ന ആ അഭിഷിക്തര് കർത്താവിന്റെ അഭിഷിക്തരല്ലെന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്. ഇനി അങ്ങനെ അവർ അഭിഷിക്തരാണെങ്കിലും യഥാർത്ഥ അഭിഷിക്തനായ കർത്താവിനെ അവഹേളിച്ചതിന്റെയും അവന്റെ വചനം ദുരുപയോഗിച്ചതിന്റെയും അവന്റെ ദൈവകൃപ വ്യഭിചരിച്ചതിന്റെയും പാപം അവർ ഏൽക്കേണ്ടി വരുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിനാൽ ആ ശാപം ഏൽക്കാതിരിക്കാൻ പശ്ചാത്തപിക്കുകയാണ് വൈദികരും മേൽപ്പെട്ടക്കാരൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ ഒരാളെയും കയ്യേറ്റം ചെയ്യരുത്. പിന്നെ വൈദികർ നിഷ്കളങ്കരാണ് വൈദികരെങ്കിൽ നമ്മൾ അവരെതിരെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. വൈദികർക്കെതിരെ മാത്രമല്ല, നിഷ്കളങ്കരായ ആർക്കെതിരെയും നിൽക്കാൻ പാടില്ല, പ്രത്യേകിച്ചും നിസ്സഹായരായ മനുഷ്യർക്കെതിരെ. അങ്ങനെ നിന്നാൽ കർത്താവ് എന്താ പറയുന്നത്? എൻ്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത്. അധികാരസ്ഥാനത്തിരിക്കുന്നവരെ നിസ്സഹായരായ ദൈവജനത്തെ തൊട്ടാൽ കർത്താവ് അവർക്ക് വാണിംഗ് കൊടുക്കാണ്, മുന്നറിയിപ്പ് കൊടുക്കാണ്, എൻ്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത്, എൻ്റെ പ്രവാചകന്മാരെ തൊട്ടു പോകരുത്. നിസ്സഹായരാവർക്ക് വേണ്ടിയാണ് കർത്താവ് ഇടപെടണേ, നിഷ്കളങ്കരും നിസ്സഹായരുമാണെങ്കിൽ. അതിനാൽ നിഷ്കളങ്കരും നിസ്സഹായരുമായ ആർക്കെതിരെയും, അത് വൈദികരെന്ന് തന്നെയല്ല, ക്രിസ്ത്യാനികളായിരിക്കുന്നവരോ അല്ലാത്തവരോ ക്രിസ്ത്യാനികളല്ലാത്തവരോ ആയ നിഷ്കളങ്കരും നിസ്സഹായരുമായ ആളുകൾക്കെതിരെ നമ്മൾ ഒരു അധികാരവും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചതിൻ്റെ ഫലമാണ് ബംഗാളിൽ കണ്ടത്, കർത്താവിൻ്റെ ആളുകളെ തൊട്ടുപോയതിന്. ത്രിപുരയിലും കണ്ടത്, ഇനിയിപ്പോൾ കേരളത്തിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിസ്സഹായരെ ചൂഷണം ചെയ്ത് അവരുടെ ശാപം പേറി പുറത്തു പോകേണ്ടി വരുന്നത്, ഇത് നമ്മൾ കൺവെട്ടത്ത് കാണുന്ന കാര്യങ്ങളാണ്. ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് അടയാളങ്ങളാണ്. വൈദികർക്കും മെത്രാന്മാർക്കും എനിക്കും നിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികളല്ലാത്തവർക്കൊക്കെ കർത്താവ് ആരുടെ മുഖം നോക്കിയിട്ടല്ല കാര്യങ്ങൾ ചെയ്യണേ. അവൻ കൃത്യമായിട്ട് നമ്മുടെ ഹൃദയം കണ്ടു തന്നെയാണ് വിധിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയും വചനവും മനസ്സെല്ലാം കണ്ടിട്ട് തന്നെയാണ്. അവൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഞാൻ അഭിഷിക്തനായിരുന്നു, കർത്താവിൻ്റെ പുരോഹിതനായിരുന്നു, ഞാൻ കൈകൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കെന്ത് തോന്നിയാസം ചെയ്യാനുള്ള അനുവാദം അങ്ങ് തന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ കഴിയില്ല. കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ കർത്താവിൻ്റെ ജനം, അജഗണം എന്ന് പറഞ്ഞ ജനം കർത്താവിൻ്റെയാണ്. എൻ്റെ ആടുകളെ മേയ്ക്കാന്ന് പറഞ്ഞത്. ആടുകൾ കർത്താവിൻ്റെയാണ്, അച്ഛൻ്റെ അല്ല, വൈദികൻ്റെ അല്ല, മെത്രാൻ്റെ അല്ല. അജപാലകർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അജപാലകൻ സാക്ഷാൽ ഇടയൻ യേശു ക്രിസ്തുവാണ്. അവൻ്റെ ആടുകളെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. ഭയത്തോടും വിറയലോടും കൂടി വേണം കർത്താവിൻ്റെ അജഗണത്തെ നമ്മൾ പരിപാലിക്കാൻ. അത് അങ്ങേറ്റം സ്നേഹത്തോടെ വേണം. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടേണ്ടി വരും, ചിലപ്പോൾ താക്കീത് കൊടുക്കേണ്ടി വരും, മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരും. പക്ഷേ ശാപം ഭീഷണിയൊന്നും വേണ്ട. അത് നമുക്ക് ചേരില്ല, കർത്താവിൻ്റെ ആളുകൾക്ക് ഒട്ടും ചേരില്ല. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.